വെൽക്കം ടു SB കിച്ചൺ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്ക്. ഇത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി എടുത്തു വെച്ച ഡ്രൈ ഫ്രൂട്ട് ചെറുനാരങ്ങ നീരിലോ അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസിലോ അതുമല്ലെങ്കിൽ റമ്മിലോ സോക്ക് ചെയ്ത് വെക്കാം. ഞാൻ ഇവിടെ എടുത്തു വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് 3 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട്, 3 ടേബിൾ സ്പൂൺ ചെറി, 3 ടേബിൾ സ്പൂൺ ട്യൂട്ടി ഫ്രൂട്ടി, 3 ടേബിൾ സ്പൂൺ കിസ്മിസ്, 3 ടേബിൾ സ്പൂൺ കറുത്ത മുന്തിരിങ്ങ, 6 ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസാണ് ഞാനിവിടെ എടുത്തു വെച്ചത്. ഇനി ഇത് നമുക്ക് ഓരോന്നോരോന്നായി ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്യാം. ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി യോജിപ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കേക്ക് റെഡിയാക്കണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട് 1 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കുക. അല്ല എങ്കിൽ 4 മണിക്കൂർ കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലവണ്ണം ഇത് കുതിർന്ന് വരും. ഞാനിവിടെ 4 മണിക്കൂർ കുതിർത്ത് വെക്കുകയാണ്. അടുത്തതായി പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഡാർക്ക് ബ്രൗൺ ആകുന്നത് വരെ കാരമലൈസ് ചെയ്തെടുക്കുക. ഇത് നന്നായി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ച് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കേക്കിനുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനുവേണ്ടി ആദ്യം 1 കപ്പ് പാല് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം 6 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഗീ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1/4 ടീസ്പൂൺ ജിഞ്ചർ പൗഡറും 1/2 ടീസ്പൂൺ നട്ട്മേഗ് പൗഡറും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ സിനമൺ പൗഡർ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വിസ്ക് ഉപയോഗിച്ച് ഇത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ഇത് നന്നായി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഒരു അരിപ്പ വെച്ച് അതിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇതൊക്കെ ചേർത്ത് നന്നായി അരിച്ചെടുക്കുക. അതുപോലെ 1/2 കപ്പ് പൊടിച്ചു വെച്ച പഞ്ചസാര അരിപ്പയിലേക്ക് ചേർത്ത് അതും നന്നായി അരിച്ചെടുക്കുക. ഇനി ഇത് വിസ്ക് ഉപയോഗിച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് കാരമലൈസ് ചെയ്ത പഞ്ചസാര നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇതിന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇത് നന്നായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്കിംഗ് മോൾഡിലേക്ക് ബട്ടർ തേച്ച് കൊടുത്ത് അതിൽ ബട്ടർ പേപ്പർ വെച്ച് അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ബാറ്റർ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എയർ ബബിളെല്ലാം പോകാൻ വേണ്ടി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു പാത്രം വെച്ച് അതിലേക്ക് ഉപ്പിട്ട് ലെവലാക്കിയെടുത്ത് അതിൽ സ്റ്റാൻഡും വെച്ച് 10 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് അടച്ച് വെച്ച് ചൂടാക്കിയെടുക്കുക. ഇത് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചത് വെച്ച് കൊടുക്കാം. ബാറ്റർ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് 60 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കുക. ഇത് നന്നായി ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. ഇത് നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. നല്ല സ്പോഞ്ചിയാണ്. ഇത് നിങ്ങൾക്കും സിമ്പിളായി തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.